Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? പ്രയർ Ma'am, ഞാൻ ഈശ്വര നിൽപ്പു ഞാൻ ഈരനടിഞ്ഞമിഴികളോടെ കാരുണ്യമില്ലും കാരണമായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും ഉത്തരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നു ഈരനണിഞ്ഞ മിഴികളോടെ കാരുണ്യ ചൊരിയണേ കോവിലും കാരണനായുള്ള തമ്പുരാനേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു, മാം. സൈനിങ് ആരാണ്? സൈനിങ് ഞാനാണ് മാം. ഓക്കെ. ആക്ഷൻ സോങ് ആണേ. ആ. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, അതാ ചോദിച്ചേ. കാണാൻ പറ്റുന്നില്ല? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ട്. ചക്കര മാങ്ങ പഴുത്തല്ലോ, കാക്കകളോടി അടുത്തല്ലോ, അങ്ങേ കൊമ്പിലെ ഇങ്ങേ കൊമ്പിലെ എല്ലാം കൊത്തി തിന്നരുതേ, വെറുതെ കൊത്തി തിന്നരുതേ. ചേട്ടനോടി വന്നാലോ കാക്കിക്കൊന്നും കിട്ടൂല, ചേട്ടനോടി വന്നാലോ കാക്കിക്കൊന്നും കിട്ടൂല. മാവുകൾ വെച്ചു വളർത്താമെങ്കിൽ മാങ്കനിയേറെ നൽകിയിടാം, മാവുകൾ വെച്ചു വളർത്താമെങ്കിൽ മാവുകൾ ഏറെ നൽകിയിടാം. താങ്ക് യു മാം. Thought of the day? Out of the ഞാനാണ് മാം. Every child deserves a childhood free from exploitation and abuse. മലാല യൂസഫ്സായി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടു ബിക്കം എ ടീച്ചർ, നമ്മൾ ടീച്ചറാവുന്ന സമയത്ത് നമ്മുടെ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളും ശ്രദ്ധയില്ലായ്മയും എല്ലാ ടീച്ചർമാർ പ്രത്യേകം നോട്ട് ചെയ്ത് കുട്ടികളെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. നല്ലൊരു ടീച്ചറാണ് എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്?
ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? കംപ്ലീറ്റ് ആക്കിയിരുന്നു. ചിൽഡ്രൻസ് ചെക്കപ്പിനെ കുറിച്ച് കുറച്ച് പറയാമെന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു മിനിറ്റ്, ഒന്ന് ക്യാമറയും ഓഡിയോ ഒന്ന് ഓഫ് ആക്കുവാണ് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഓക്കെ, തിരിച്ചു വരാം അല്ലെ. ഇപ്പൊ കുട്ടികളുടെ ആരോഗ്യ പരിശോധന, അതാണ് ഇനി നമ്മള് കുറച്ച് പറയാനുള്ളത്. ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ജനറൽ ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത്? എന്തൊക്കെയാ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഒന്ന് ഓർത്തെടുത്ത് നോക്കി. ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, എക്കോ ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. HPPT ടെസ്റ്റ്, പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, ഷുഗർ, പ്രഷർ, കാൽസ്യം ടെസ്റ്റ് എക്സെട്ര. അപ്പൊ കുട്ടികളുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് പ്രത്യേകം ഒരു ഹെൽത്ത് കാർഡ് സൂക്ഷിക്കും അല്ലെ. എല്ലാവരുടെ ഹെൽത്ത് കാർഡ് ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് എടുത്തില്ലേ? ഓക്കെ. അപ്പൊ അതുമായിട്ട് ചെന്നിട്ടാണ് നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് ജനറൽ അപ്പിയറൻസ് നോക്കും, അതുപോലെ ബോഡി സ്ട്രക്ചർ നോക്കാറുണ്ട്, പൾസ് റെക്കോർഡിങ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, height and weight, respiratory rate, chest and abdominal examination, neck, eyes, ear, nose, throat, അതുപോലെ തന്നെ teeth, hair, skin, nail, vision, hearing എന്നിവയും ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ഓവറോൾ ബോഡി അല്ലെങ്കിൽ അവരുടെ ഓരോ ഓർഗനും, ഇപ്പൊ കണ്ണാകട്ടെ, മൂക്കാകട്ടെ, ത്രോട്ട് ആകട്ടെ, അതുപോലെ ഇയർ ആകട്ടെ, എന്തും സ്കിൻ ആകാം, ഹെയർ ആകാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ആരോഗ്യ പരിശോധനയിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഇംപാർഷ്യാലിറ്റി, അതായത് കുട്ടികൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ യൂറിൻ ആൻഡ് സിജി, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, സിജി. ഓക്കെ. അതുപോലെ തന്നെ യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. ഓക്കെ. അതായത് കുട്ടികൾ ശരിയായ രീതിയിലാണോ മലമൂത്ര വിസർജനം നടത്തുന്നത്, അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിലാണോ പോകുന്നതെന്നൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കാഴ്ചക്കുറവുള്ള കുട്ടികള്, അതുപോലെ തന്നെ പല്ലിന്, ടീത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള കുട്ടികൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കുന്നു.
പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പരിശോധന എന്ന് പറയുന്നത്, ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ, അതായത് പാരന്റ്സിന്റെയും സ്കൂളിന്റെയും കടമയായിരിക്കണം. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള രോഗം കണ്ടുപിടിക്കുന്നതിനും അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കുന്നു. അത് കുട്ടിയായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ, അവരുടെ രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ അടുത്തൊരു ന്യൂസ് കണ്ടായിരുന്നു, ഋതിക് റോഷൻ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയപ്പോ ഒരു രോഗം കണ്ടെത്തിയെന്നും പറഞ്ഞ്, കണ്ടായിരുന്നോ? ന്യൂസ് വായിക്കുന്നവരില്ലേ? ഇല്ല ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ അദ്ദേഹം ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ് ചെയ്യുകയും അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഹെൽത്ത് ചെക്കപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് വേഗത്തിൽ തന്നെ, അതായത് ഒരു വ്യക്തിയുടെ ജീവൻ എന്താ പറയാ, ജീവൻ നഷ്ടപ്പെടാതെ നമ്മൾക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഏർലി ഡയഗ്നോസിസിലൂടെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഈ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അറിവില്? അപ്പൊ നിങ്ങൾക്കില്ലെങ്കിൽ കൂടി നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ പറയാനായിട്ട്? ഇല്ല. ഓക്കെ. പൊതുവെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ മടിയാണ്. ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഫിനാൻഷ്യലി പ്രോബ്ലം കാരണം മിക്കവരും ടെസ്റ്റ് ചെയ്യില്ല. ശരിയാണ്, ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ഇൻഷുറൻസ് ഉള്ളവർ എത്ര പേരുണ്ട് അതിനകത്ത്? ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ടല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലാത്ത ആളുകളാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിലുള്ള പ്രീമിയം തുടങ്ങിയിട്ടുള്ളതുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുക്കാവുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്റെ കാര്യമല്ല, എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഭീമമായ തുകയൊക്കെ നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുക. ഗവൺമെന്റ് ഹെൽത്ത് കാർഡ് ഉണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് കാർഡ് ഇല്ലേ, അതുണ്ട്. RSBY ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. അതെല്ലാം ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുമോ? ഇല്ല, പ്രത്യേകിച്ച് ഐ ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ട് യൂസ് ഉണ്ട്. കാരണം ഈയിടെ നമ്മുടെ ഫാമിലിക്ക് ഒന്നാണ് ഉണ്ടാവുക, ഒരു കാർഡ് ഉണ്ടാവുക, ഒരുമിച്ച് പോയിട്ട് എടുക്കേണ്ടതാണ്. അതിൽ ഉൾപ്പെടാത്ത അവർക്ക് അത് കിട്ടൂല, ആ കാർഡ് ഉപയോഗിച്ച് യൂസ് ഉണ്ടാവില്ല. എന്റെ ഉപ്പാക്ക് ഇതിനിടെ ഒരു തിമിരം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. നമുക്ക് അറിയില്ലായിരുന്നു ഈ കാർഡ് യൂസ് ആക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ അവര് പോയപ്പോ ഏകദേശം 20,000 മുകളിൽ പറഞ്ഞു. അപ്പൊ അവർ ഇങ്ങോട്ട് ചോദിച്ചു ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അന്ന് കൊണ്ടുപോകാത്തതുകൊണ്ട് പിന്നീട് ഒരു ദിവസം ഡേറ്റ് തന്നു. എന്നിട്ട് നമ്മൾ കാർഡും കൊണ്ട് പോയപ്പോ 1 രൂപ പോലും വേണ്ടി വന്നിട്ടില്ല. ഫുൾ ഫ്രീ ആയിട്ടാണ് കണ്ണിന്റെ ആ ഓപ്പറേഷൻ നടന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എനിക്കറിയില്ല, ഈ കണ്ണിന്റെ കാര്യമാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. ശരിയാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞാല്, ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാല് ഈ കാർഡ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് അവർ കൊടുക്കുന്നത് അല്ലെ? ആയുഷ്മാൻ ഭാരത് അങ്ങനെ അതുപോലെ ലിങ്ക് ചെയ്തില്ലേ? അങ്ങനെ ആക്കിയില്ലേ ഇപ്പൊ? അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ലാബ് ടെസ്റ്റുകളും അതുപോലെ തന്നെ പുറത്തുനിന്ന് മേടിക്കേണ്ട മരുന്നുകളൊക്കെ നമുക്ക് റിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. തിരിച്ച് റീഇംബേഴ്സ്മെന്റ് ഒക്കെ നടത്തുന്നതാണ്. തന്നെ കുറേയധികം ഹോസ്പിറ്റലിൽ എടുക്കുമെന്ന് ചോദിച്ചാല് അതത്ര ഇതല്ല. ഹോസ്പിറ്റലിലൊന്നും ചിലപ്പോൾ കാർഡ് എടുത്തുനിന്ന് വരില്ല. നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാവുന്നതാണ്. നമ്മളിപ്പോ ചെയ്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് മാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഇത് യൂസ് ആയത്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കിട്ടില്ല, അങ്ങനെയുണ്ട്. ഓക്കെ, അവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ബിന്ദുവിന്റെ മൈക്ക് ഓഫ് ആക്കൂട്ടോ. ഒന്ന് ബിനു മൈക്ക് ഓഫ് ആക്കൂ. അപ്പോ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ നമുക്കുണ്ട്. ഓക്കെ, മാം ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത ക്യാൻസർ അങ്ങനത്തെ രോഗമൊക്കെ വേഗം അറിയോ? അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും.
അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ സേഫ്റ്റി ഒന്ന് റീഡ് ചെയ്യൂട്ടോ നിങ്ങള്. സേഫ്റ്റി വായിച്ചു കഴിയുമ്പോ ഒന്ന് റീഡ് ചെയ്യാം, അല്ല തമ്പ് ചെയ്യാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഒരാളൊന്ന് ഉറക്കി ഒന്ന് വായിച്ചേ, എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാ? ഉമേറ സമദ്. ഉമേറ. ഉമേറ മാം ഒന്ന് അതൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം എനിക്ക് പറ്റി നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കൂ. Capable provision of the safety of children at home or outside is an accept not to be delayed. എന്താ? ബുദ്ധിമുട്ടുണ്ടോ? വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഞാൻ വേറെ ആരെയും കൊണ്ടെങ്കിലും വായിപ്പിക്കാം. വേറെ ആരാണ് വായിക്കുന്നത്? ഒന്ന് റീഡ് ചെയ്തേ. ഞാൻ വായിക്കാമേ. ആരാണ്? വനജ. ആ, വനജ വായിച്ചോളൂ. Safety. Capable provisions for the safety of children at home or outside is an aspect not to be delayed. Keeping medicines, chemicals, and other dangerous items out of reach of children, keeping electrical wires insulated, and putting away broken pieces of glass, cleaning of spilled water or oil on the floor, etc., are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also travel by vehicles to any from school. എന്താണ് മനസ്സിലായേ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? പറയാം. Capable provisions of the safety of children at home outside is an aspect not delayed. അതായത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ഉണ്ടാവുന്ന സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഹോമിലും ഔട്ട്സൈഡ് പുറത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
അത് ഡിലേ ആക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കീപ്പിംഗ് മെഡിസിൻസ്, കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് ഐറ്റംസ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസ്, മെഡിസിൻസ് ഒക്കെ കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്ത്, റീച്ച് ഓഫ് അവർക്ക് എത്തിപ്പെടാത്ത സ്ഥലത്ത് കീപ്പ് ചെയ്യുക. കീപ്പിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ് ഇൻസുലേറ്റഡ് ആൻഡ് പുട്ടിംഗ്, അതായത് ഇലക്ട്രിക്കൽ വയേഴ്സിൽ അതിൽ ശ്രദ്ധിക്കണം. ഇൻസുലേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കത്തുന്ന ഐറ്റംസ് എന്തെങ്കിലാണോ? ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് അങ്ങനത്തെ. ആൻഡ് ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ് പൊട്ടിയ ഗ്ലാസുകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ക്ലീനിങ് ഓഫ് സ്പിൽഡ് വാട്ടർ ഓർ ഓയിൽ ഓൺ ദി ഫ്ലോറിൽ ചെതറി നിൽക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ഓയിൽ, എണ്ണ പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കെയർ ചെയ്യണം. ആർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടുവാർഡ്സ് സേഫ്റ്റി. അതാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രധാന സ്റ്റെപ്സ്. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഷുഡ് ബി അവൈലബിൾ ഇൻസ്റ്റന്റ്ലി. പ്രധാനമായിട്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിൽ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാണ്. പ്രാഥമിക ചികിത്സ നമ്മൾ നൽകുന്ന പ്രഥമ ശുശ്രൂഷയ്ക്ക് ഉള്ളത്. മോറോവർ കെയർ ഷുഡ് ഓൾസോ നോട്ട് ബി അലൗഡ് ടു പ്ലേ റിസ്കി ഗെയിംസ്. അതുപോലെ തന്നെ നമ്മൾ റിസ്കി ആയിട്ടുള്ള ഗെയിംസ് ഇതിലാവുമ്പോഴും കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഓർ ബോൺ ഫയർ വർക്ക്സ് എലോൺ. അതുപോലെ തന്നെ ഫയർ വർക്ക്സ്, മറ്റേ നമ്മുടെ തീ കത്തുന്ന അതുപോലെയുള്ളത് കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കാതിരിക്കുക, അങ്ങനെയുള്ളത് ശ്രദ്ധിക്കണം. സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ഓൾസോ ബി ടേക്കൺ ഈവൻ വെൻ ദേ ട്രാവൽ ബൈ വെഹിക്കിൾസ്. അതുപോലെ തന്നെ വീട്ടിൽ മാത്രമല്ല ട്രാവൽ ചെയ്യുന്ന വണ്ടികളിലാവുമ്പോഴും സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് ഫ്രം സ്കൂളിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴൊക്കെയാണ് വണ്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ ആണോ മാഡം? ഇന്നലത്തെ ന്യൂസ് കണ്ടില്ലേ? എന്താ ഇന്നലത്തെ ന്യൂസ് കണ്ടില്ലായിരുന്നോ? 3 കൊച്ചുങ്ങളെ വണ്ടി ഇടിച്ച് തിരുവനന്തപുരത്ത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് സംഭവം, എന്താണെന്ന് പറയാമോ? ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു സംഭവം. സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി സ്പീഡിൽ നിന്ന് വണ്ടി ഇടിച്ചതാ. അവര് സൈഡിൽ കൂടെ പോയതായിരുന്നു. അപ്പോ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാരാഗ്രാഫിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ സേഫ്റ്റി എന്ന് പറഞ്ഞാല് അത് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളായാലും വീടിന് പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങളായാലും ഈ 2 കൂട്ടർക്കും സേഫ്റ്റി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പൊ വീട്ടിലോ പുറത്തോ ഉള്ള കുട്ടികളുടെ സുരക്ഷയ്ക്ക് കാലതാമസം വരുത്താനായിട്ട് പാടില്ല. അതായത് നമ്മൾ കുട്ടികൾക്ക് സേഫ്റ്റി കൊടുക്കേണ്ടത് പാരന്റ്സ് എന്ന രീതിയിലും സ്കൂൾ ആണെങ്കിൽ സ്കൂൾ അധികൃതർ എന്ന രീതിയിലും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ഈ അടുത്ത് കണ്ട ഒരു ന്യൂസ് ആണ് അല്ലെ, ഒരു വിദ്യാർത്ഥിയിൽ ഒരു സ്റ്റുഡന്റ് ഷോക്കേറ്റ് മരിച്ചത് കേട്ടതല്ലേ? നിങ്ങൾ എല്ലാവരും ന്യൂസ് വായിച്ചിട്ടുണ്ടാവും, ന്യൂസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അവിടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ അവിടെ പാലിച്ചിട്ടുണ്ടോ? ഇല്ല മാം, അത് വലിച്ചു കെട്ടേണ്ടതായിരുന്നു. അത് താഴ്ന്നു നിന്നത് കൊണ്ടാണ് കുട്ടി അതിലേക്ക് വീണ് ഷോക്കേൽക്കാൻ കാരണം. അത് വലിച്ചു കെട്ടിയിരുന്നെങ്കിൽ, അല്ലെ സ്കൂൾ അധികൃതരൊന്നും അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. അതെ, അതായത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും റിലേറ്റഡ് ആക്കാവുന്ന അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ആക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് പാരന്റ്സ് എന്ന് പറയുന്നത് എത്രയധികം എന്താ പറയാ, വളരെയധികം പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ അല്ലെ, ഓരോ കുഞ്ഞുങ്ങളെയും, എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതാണ്, ഓരോ കുഞ്ഞുങ്ങളെയും സ്കൂളിലേക്ക് അയക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇത്തരം ഒരു അപകടം പ്രതീക്ഷിക്കുകയില്ല. കാരണം സ്കൂളുകളിൽ കുട്ടികൾ സുരക്ഷിതരാണ് അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റി ഉണ്ടെന്ന് പാരന്റ്സിന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാവിലെ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്കൂള് തന്നെയാണ്. വീട്ടിനേക്കാൾ ഉപരി അവർ കൂടുതൽ നേരം ഉള്ളത് സ്കൂളിൽ തന്നെയാണ്. അപ്പൊ അത്രയും നേരം കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് അയക്കുമ്പോൾ പാരന്റ്സിന് ഒരു പ്രതീക്ഷയുണ്ട്, തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ സുരക്ഷിതരാണ് എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഒട്ടുമിക്ക മാതാപിതാക്കളിലും ഒരു ചിന്ത ഉണർത്തിയിട്ടുണ്ട് അല്ലെ. എന്തായിരിക്കും അത്? എന്തായിരിക്കും?
സ്കൂളിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആവലാതി എല്ലാ പാരന്റ്സിന്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടാവും. ആശങ്ക എല്ലാ പാരന്റ്സിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇത് ഒരു തരത്തിൽ ഇപ്പൊ ഈ ഒരു സംഭവം മാത്രമല്ല, പലതരത്തിലുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഇലക്ട്രിക് ഷോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്താ പറയാ, വേറെ അധികം സ്കൂളുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വയനാടാണെന്ന് തോന്നുന്നു, ഒരു പൊത്തിന്റെ ഉള്ളിൽ നിന്ന് കുട്ടിയെ പാമ്പ് കടിച്ചിട്ടുണ്ടായത് ഒരു സംഭവമില്ലേ, ഒരു കുഞ്ഞു മരണപ്പെട്ടത്. സ്കൂളില് അത് ബെഞ്ചിന്റെ നേരെ താഴെ ഉണ്ടായിരുന്ന ചെറിയൊരു കുഴിയിൽ നിന്നാണ് ആ പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുഴിയില് പാമ്പുണ്ടോ ഇല്ലയെന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. അതെ അതെ, അത് ശരിയാണ്. ഈ പാമ്പിന്റെ പുറത്ത് കൊള്ളുന്നു ഈ പാമ്പ് കാര്യം, ബെഞ്ചിന്റെ അടിയിൽ ഒരു ഹോളിന്ന്. എന്താണ് ബിനു? അല്ല, ഇതിപ്പോ ഞാൻ പറയാൻ വരുമായിരുന്നത്, ബെഞ്ചിന്റെ അടിയിൽ ആ കൊച്ചു കാല് വെച്ചോണ്ടിരുന്നപ്പോ ആ ഹോളിന്റെ ഉള്ളിൽ നിന്ന് വന്ന് കൊത്തിയത്. അത്രയും കാരണം അവിടെ പ്രതീക്ഷിക്കുന്നില്ല. പാരന്റ്സ് വിടുന്നത് സ്കൂളിലേക്കാണ്, അവിടെ തീർത്തും സുരക്ഷിതരാണ്. പക്ഷെ ഇത്രയധികം കാര്യങ്ങൾ, അതായത് ആ ഒരു നമ്മുടെ നമുക്ക് പാർട്ട് 4 എന്ന് പറയുന്ന ഒരു ഇതിലുണ്ട്, ഒരു പാർട്ട് ഉണ്ട് നമുക്ക് പഠിക്കാൻ. സ്കൂൾ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, സ്കൂൾ അധികൃതർ പെട്ടെന്ന് തന്നെ അത് കെയർ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ ആ കുട്ടി അത് സംഭവിക്കില്ലായിരുന്നു. അവര് അതിനെ കെയർ ചെയ്യാതെ വിട്ടു. ഏകദേശം വൈകുന്നേരം ആവുന്ന സമയത്താണ് കുട്ടി അത് പാമ്പാന്ന് കടിച്ചതെന്ന് അവർ സ്ഥിരീകരിക്കുന്നത്. അതുവരെ കുട്ടിക്ക് ഒരു ഇതും കൊടുത്തില്ല, പ്രഥമ ശുശ്രൂഷ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ക്ലാസ്സിൽ തന്നെയുള്ള വേറൊരു കുട്ടി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന വാർത്തയിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ കുട്ടി പറഞ്ഞിരുന്നു, എന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ടും അവരത് ശ്രദ്ധിച്ചില്ല ആ സ്കൂളുകാർ. അതെ അതെ, അതങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്തെങ്കിലും കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് തീരെ ഒരു കെയർ കൊടുക്കാതിരിക്കുക, അത്തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോ ഞാനിപ്പോ പറഞ്ഞു വരുന്ന കാര്യം, പാർട്ട് 4 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനകത്ത് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികളുടെ സുരക്ഷ എങ്ങനെയാണ് ഒരു സ്കൂൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ സെക്യൂർ ആക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പാർട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് വീട്ടിലായാലും പുറത്തായാലും മാതാപിതാക്കളായാലും സ്കൂൾ അധികൃതരായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, വലിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അല്ലെ? ചെറിയ പൊടിക്കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടാകും, ഒരുവിധം മുതിർന്ന കുഞ്ഞുങ്ങളും ഉണ്ടാവും. അപ്പോ നമ്മള് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മരുന്നുകളോ അല്ലെങ്കിൽ കെമിക്കൽസ് അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കള് കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കണം. ഓക്കെ, കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ് ആ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഓടി നടക്കുന്ന കുട്ടികളാണ്, അല്ലെ? അവര് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണത്. അപ്പൊ ആ സമയത്തെന്ന് പറഞ്ഞാല് ഇപ്പോ ആ വീട്ടില് വേറെ മെമ്പേഴ്സ് ഉണ്ടാകാം, അല്ലെ? പാരന്റ്സ് ഉണ്ടാകാം, പിന്നെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അങ്ങനെയുള്ളവരുണ്ടാകാം, വേറെ റിലേറ്റീവ്സോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അവരുപയോഗിക്കുന്ന മരുന്നുകൾ, ഇപ്പൊ പ്രത്യേകിച്ചും പ്രായമുള്ള മുതിർന്ന ആളുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരു ധാരാളം ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പോ ഇത് യൂസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കുട്ടികളുടെ കൈയെത്താത്ത ദൂരത്തിൽ ഈ മരുന്നുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. റംബൂട്ടാൻ വിഴുങ്ങി 1 ഇയർ ആയ കുട്ടി മരണപ്പെട്ടു. ഓക്കെ, ഇത്തരത്തിലുള്ള മരുന്നുകൾ, അതായത് നമ്മള് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ശ്രദ്ധ കൊടുത്താൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ മരുന്നുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, അത് വീട്ടിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അവിടെ കുട്ടികളുടെ ശ്രദ്ധയിൽ അത് പെടരുത്. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പൊ ടേബിളിലാണ് ഒരു സാധനം, ഒരു മരുന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യെത്തി പിടിച്ച് ആ ബോക്സ് എടുത്ത് തുറന്ന് അത് പൊട്ടിച്ച് ചിലപ്പോ വായിൽ വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? ഒരു അനുഭവം ഉണ്ട് മാം. എന്റെ റിലേഷനിലാണ് പ്രഷറിന്റെ ഗുളിക ഇവര് കിച്ചൺ സെറ്റ് വെച്ച് കളിക്കുമല്ലോ, ചെറിയ കുട്ടി, ഏകദേശം 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്ന ഓർമ്മ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിച്ചൺ സെറ്റ് വെച്ച് കളിക്കുമ്പോ
ഗ്രാൻഡ് മദറിന്റെ പ്രഷറിന്റെ ഗുളികയാണ്. അത് പൊടിച്ചിട്ട് അവര് ഈ മൈദയൊക്കെ കലക്കുന്ന പോലെ കലക്കി കുടിച്ചു. 7 ഗുളികകൾ ഒരുമിച്ച് കഴിച്ചു. അപ്പൊ പ്രഷർ മൊത്തം താണ ആ കുട്ടി മരണപ്പെട്ടു പോയി. എന്റെ റിലേഷനിലെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അങ്ങനെ കുട്ടികൾ അങ്ങനെയൊക്കെ കളിയുടെ രൂപത്തിൽ അങ്ങനെ ചെയ്യും. അത് നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ മുതിർന്നവർക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ അത് പ്രത്യേകം അവിടെ നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികള് നമുക്കറിയാം, നമുക്ക് കുട്ടികളെ അവരുടെ അടക്കിയിരുത്താനൊന്നും പറ്റില്ല അല്ലെ. അവരുടെ ടൈമൊന്നും അവരുടെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജില് കുട്ടികൾ ഓടി നടക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് എന്ത് കണ്ടാലും കുട്ടികൾക്ക് കൗതുകമാണ്. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും ഈ പ്രായത്തിൽ ഉണ്ടാകും. അപ്പൊ കുട്ടികൾക്ക് അറിയില്ല അത് മരുന്നാണ് അല്ലെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പോ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കൈ എത്തുന്ന വിധത്തില് ഇത്തരത്തിലുള്ള മരുന്നുകള് കീപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഉപയോഗശേഷം അതവിടെ നിന്ന് മാറ്റി വെക്കാനായിട്ട് പറയുക. അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളോ ഇപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ നമ്മള് ഇപ്പൊ വീട്ടിലൊക്കെ കൃഷിയുള്ളവരൊക്കെ ആണെങ്കിൽ കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ മണ്ണെണ്ണ ഒക്കെ ഉണ്ടല്ലോ, മണ്ണെണ്ണ, ഡീസൽ മുതലായിട്ടുള്ള കാര്യങ്ങള് ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട് സ്പ്രിന്റിന്റെ കുപ്പിയിലൊക്കെ ഒഴിച്ചു വെക്കാറുണ്ട്. ഓക്കെ, ഗ്രീൻ കളറാണല്ലോ കുപ്പിയുടെ കളറ്. അപ്പോ ചിലപ്പോ ഇത് കുട്ടികളുടെ അടുത്ത് കിട്ടുവാണെങ്കിൽ ചിലപ്പോ അവർക്ക് അറിയാൻ പറ്റില്ല. അവരുടെ വിചാരം ചിലപ്പോൾ ഇത് സ്പ്രിന്റ് ആയിരിക്കണം എന്നായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കുടിക്കുന്ന ഒരു സാധനമാണ്, ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്കറിയില്ല ചിലപ്പോൾ അത് മണ്ണെണ്ണയാണോ ഡീസലാണോ എന്നൊക്കെ അറിയാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു കുട്ടി അങ്ങനെ പെപ്സി ആണെന്ന് കരുതി അതിന്റെ ബോട്ടിൽ ഇരുന്ന മണ്ണെണ്ണ കുടിച്ചായിരുന്നു. അതാണ്. അപ്പൊ ഇത് ഇപ്പൊ പെപ്സി എന്ന് പറഞ്ഞാല് വൈറ്റ് കളർ അല്ലേ. നമ്മുടെ സ്പ്രിന്റിന്റെ കുപ്പി ഉണ്ടല്ലോ ഗ്രീൻ കളറുള്ളത്, അതിനകത്ത് അറിയാൻ പറ്റുമോ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാല് മണ്ണെണ്ണ ഡീസലൊക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അതാണെന്നുള്ളത്. അത് കാണുമ്പോൾ എടുത്ത് കുടിക്കും. എന്റെ മോൻ ഹാൻഡ് വാഷ് എടുത്ത് കുടിച്ചു. ഹാൻഡ് വാഷും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് വെച്ചിരുന്നത്. കുടിക്കണച്ചിട്ട് കുടിച്ചതല്ല. അവനൊരു ദിവസം പെണ്ണിന്റെ ഓടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബബിൾസ് ഉണ്ടാവൂലേ, ബബിൾസ് വിടുന്ന പോലെ ആക്കിയതാണ്. അപ്പൊ അത് പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചപ്പോ അങ്ങോട്ട് കേറിപ്പോയി മൂക്കും. ആകെ ശ്വാസം കിട്ടാതെ ചുമച്ച് ആകെ പേടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ശരിയായി. അവിടെ എന്റെ ഒരു ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോക്ടർ. ആൾക്ക് വിളിച്ചപ്പോ ആള് പറഞ്ഞു കുറച്ചു നേരത്തിന് ഫുഡൊന്നും കൊടുക്കണ്ട, പത ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ പൊങ്ങി വരുമ്പോ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും. ഛർദിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊടുന്നോ, വയറ്റിൽ പെട്ടിട്ടുണ്ടാവും. ഇത് ഒരുപാട് വയറ്റിലൊക്കെ എത്താത്തത് കൊണ്ട് അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ പറഞ്ഞോളൂ. എന്റെ മോള് വിനീഗർ വെള്ളം കുടിച്ചിട്ടുണ്ട്. വിനീഗർ കുടിച്ചിട്ടുണ്ട്. ദാഹിച്ചിട്ട് വേഗം ഓടി വന്നതാണ് മോള്. പക്ഷെ മോൾക്ക് അറിഞ്ഞില്ല അത് വെള്ളമല്ല, കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണില് സൈഡിൽ അത് എടുത്ത് മാറ്റിയതാന്ന് തോന്നുന്നു, അറിയില്ല. ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആള് ഒരു വായ കുടിച്ചിട്ടും ടേസ്റ്റ് വ്യത്യാസം കാണിപ്പോ വേഗം ആള് തുപ്പി. പക്ഷെ തുള്ളി ഇറക്കി അങ്ങനെ. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വെള്ളം വെച്ചിട്ട് കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ട്. ഞാനും കൊച്ചിലെ കുടിച്ചിട്ടുണ്ട് വിനാഗിരി. വെള്ളം ആദ്യം പറഞ്ഞു അടുക്കളയിൽ ചെന്ന്. മാഡം എന്റെ മോനുണ്ടല്ലോ മിസ്, എന്റെ മോന് ഞാൻ ഈ TTC ക്ലാസ്സിന് ചേർന്നതിന് ശേഷം 2 പ്രാവശ്യം 2 അബദ്ധവും കാണിച്ചു. ഒന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക, ജോലിയൊക്കെ തീർന്ന്. ഇവൻ എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ കഷ്ണം ബ്ലേഡ് എടുത്തോണ്ടെന്ന് വെച്ച് ഞാൻ ഏറ്റവും മേളിൽ കയറ്റി വെച്ചിട്ടും കസേരയിട്ട് കയറിയെടുത്ത്. ചെറിയ ഇപ്പൊ 3 വയസ്സാവണുള്ളൂ. എന്നിട്ട് ബ്ലേഡിന്റെ ഒരു കഷ്ണം കടിച്ച് ഒരെണ്ണം കഷ്ണം വിഴുങ്ങിക്കളഞ്ഞ്.
എന്നിട്ട് എന്റെ എത്ര ദിവസത്തെ ക്ലാസ് പോയെന്ന് ഞാൻ അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി. ലാസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ അവർ അതിനകത്ത് കിടക്കണ്ട്, ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെയും ഞാൻ എന്നിട്ട് എനിക്കൊരു വിഷമം. ഞാൻ എന്നിട്ട് വീണ്ടും വീട്ടിൽ വന്ന് കുറെ പഴവും മാങ്ങയും എല്ലാം കൊടുത്ത് കുറെ പ്രാവശ്യം അവനെ ബാത്റൂമിലൊക്കെ പോയതിനു ശേഷം അതിനകത്തൊക്കെ ചെക്ക് ചെയ്തിട്ടൊന്നും അതിനകത്തില്ല. പിന്നെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ, ഇവിടെ എക്സ്റേ എടുത്ത കാര്യമൊന്നും പറഞ്ഞില്ല, വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഒന്നേന്ന് എക്സ്റേ എടുത്തപ്പോൾ എന്റെ ഭാഗ്യം കൊണ്ട് ബ്ലേഡ് ഇല്ലാന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, അത് പോയി എങ്ങനെയായിട്ട്. മറ്റേ ആശുപത്രി എന്ന് പറഞ്ഞത് കുരുങ്ങി കിടക്കണം എന്നാ പറഞ്ഞേ, പക്ഷെ ഇപ്പൊ എടുത്തപ്പോ ഇല്ല. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഇതുപോലെ തന്നെ എവിടുന്നോ ഒരു കുഞ്ഞ് കളർ പെൻസിൽ കിട്ടിയിട്ട് മൂക്കിന്റെ ഉള്ളിൽ കയറ്റി കുത്തി വിരൽ വെച്ച് കുത്തി അകത്തോട്ട് കയറ്റി വെച്ച്. എന്നിട്ട് ഉറങ്ങിയപ്പോ വായും തുറന്നു വെച്ചുകൊണ്ട് കിടന്ന് ശ്വാസം വലിച്ചു കിടന്ന് ഉറങ്ങുക. കാരണം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റണില്ലേ, വായിക്കൂടെ ശ്വാസം എടുത്തോണ്ട് കിടക്കുക. അപ്പൊ ഞാൻ ഇതന്നെ ഇങ്ങനെ കിടക്കണേ, തന്നെ വായും തുറന്ന് കിടക്കണേന്ന് എഴുതി നോക്കി മൂക്ക് പരിശോധിച്ചപ്പോ മഞ്ഞ കളറിലെ ക്രയോൺ ഒരെണ്ണം കുത്തി അകത്ത് വെച്ചേക്കുക. പിന്നെ അത് ആശുപത്രി കൊണ്ടുപോയി, നിർമ്മല ആശുപത്രി കൊണ്ടുപോയി അവര് അത് തോണ്ടി എടുക്കുക ചെയ്ത്. ഇന്നലെ അതുപോലെ മാം എന്റെ മോള് ചെവിയിലുണ്ട് മാലയുടെ മുത്തിട്ടിട്ട് അവള് എന്നെ പേടിച്ചിട്ട് വെച്ചതാണ്. ഞാൻ എന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ കാണിച്ചു തന്നെ, ഇങ്ങോട്ട് നോക്കുമ്പോ പറഞ്ഞിട്ട് അവൾക്ക് പേടിയായി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ മാലയുടെ മുത്തിന്റെ ദ്വാരല്ലേ അതിങ്ങോട്ട് പുറത്തേക്കായിട്ടാ നിൽക്കണം. ഞാൻ പതുക്കെ അങ്ങനെ സൂചിക്കുന്നോണ്ട് പതുക്കെ എടുത്ത്, അല്ലെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ അങ്ങനെ കുറെ ബേജാറായി ഇന്നലെ. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുമ്പത്തെ MT ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് എന്നോട് ഷെയർ ചെയ്തതാണ്. ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ അവിടെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സ്റ്റുഡന്റ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ആ സ്റ്റുഡന്റിന്റെ കുട്ടി ഒരു 2.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ കളിക്കുമായിരുന്നു. ചെള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്റ്റുഡന്റ്. കുഞ്ഞ് തൊട്ടപ്പുറത്തെ ഹാളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുഞ്ഞിന് മാല കൊടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്, ചെറിയ മുത്തുമാല. ആ മുത്തുമാലയിൽ നിന്ന് ഈ കുഞ്ഞ് ചെറിയ മുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്ത് പൊട്ടിച്ചെടുത്തു. ഓക്കെ, ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് വലിച്ചു പൊട്ടിക്കുമല്ലോ, അങ്ങനത്തെ ഒരു സ്വഭാവം അവർക്കുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ചെറിയ മുത്തെടുത്തു. മുത്തെടുത്തിട്ട് കുഞ്ഞിങ്ങനെ നോക്കി എന്നാ പറയുന്നത്. ഇങ്ങനെ നോക്കി, ശരിക്കും ഇവര് കണ്ടിട്ടുണ്ടായിരിക്കും ഇവരുടെ ഇതാണ് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് കേട്ടോ. മുത്തെടുത്ത് നോക്കി, മുത്ത് മുകളിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം ചിലപ്പോ. മുകളിൽ കൊണ്ടുപോയി കുഞ്ഞിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അത് നേരെ കുഞ്ഞിന്റെ മൂക്കിലോട്ട് കയറിപ്പോയി. ഓക്കെ, മൂക്കിലോട്ട് കയറി കഴിഞ്ഞു. കുറച്ച് ദിവസം, അതായത് 2-3 ദിവസത്തിന് ശേഷം കുഞ്ഞിന് ഭയങ്കരമായിട്ട് തുമ്മലുണ്ട്. ഓക്കെ, പക്ഷെ കുഞ്ഞിന് അറിയില്ല, കുഞ്ഞ് പറഞ്ഞിട്ടില്ല ഇവരോട് ഇതെന്താണെന്നുള്ള കാര്യം. ഇവർ അറിഞ്ഞിട്ടില്ല, ഇവർ ഈ സംഭവമേ കണ്ടിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തുമ്മലുണ്ട്, ചെറിയ രീതിയിൽ ജലദോഷമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ കരുതുക, എന്തായിരിക്കും കരുതുക, ഇത് അറിഞ്ഞിട്ടില്ല എങ്കില് ജലദോഷവും പനി, അല്ലെങ്കിൽ ജലദോഷപ്പനി, തുമ്മൽ അങ്ങനെയുള്ള കാര്യമാണെന്ന് കരുതി ഇവര് ഫിസിഷ്യനെ ചെന്ന് കാണിച്ചു. ഫിസിഷ്യനെ ചെന്ന് കാണിച്ചപ്പോൾ അവര് അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷവും എന്ത് ചെയ്യുന്നില്ല, മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷവും താൽക്കാലികമായിട്ട് ഒരു തുമ്മലിനും ജലദോഷത്തിനൊക്കെ ആശ്വാസം കിട്ടിയെങ്കിലും കുഞ്ഞിന്റെ മുറ്റിൽ നിന്ന് ഒരു കെട്ട മണം വരാനായിട്ട് തുടങ്ങി, ഒരു ബാഡ് സ്മെല്ല് വരാനായിട്ട് തുടങ്ങി. അപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് സംശയം, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നേ വിചാരിച്ചു. അങ്ങനെ ഇവര് വേറൊരു ഡോക്ടറെ കണ്ടുപോയി. അപ്പൊ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ട്, കഫക്കെട്ട് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നതെന്ന് കരുതിയിട്ട് അവര് കഫക്കെട്ടിന്റെ ഗുളികകളും മറ്റും കൊടുത്തു. അപ്പൊ അത് കുഞ്ഞ് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നാളിങ്ങനെ ഇവര് കുഞ്ഞിനിങ്ങനെ ജലദോഷം, കഫക്കെട്ട്, ഇങ്ങനെയുള്ള ബാഡ് സ്മെൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു. ഏകദേശം 1 വർഷത്തോളം അവര് ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ആശുപത്രികളിലായിട്ട് നടന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി. ഒരു ഡോക്ടർ ഉണ്ട് അവിടെ, ക്ലിനിക്കിൽ ഇരിക്കുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, 1 വർഷത്തോളമായി ഇങ്ങനെ മണം വന്നുകൊണ്ടിരിക്കുന്നു മൂക്കിന്ന്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ വേഗം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ടെസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്, ഏത് തരത്തിലുള്ള ടെസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞില്ല. ടെസ്റ്റ് ചെയ്തു. അയാള് പറഞ്ഞു, അതായത് കുഞ്ഞിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ആ മൂക്കിന്ന് നേരെ ഇവിടെ വന്നായിരിക്കുന്നേ. തലവേദനയുണ്ട് കുഞ്ഞിന്, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പല രീതിയിൽ ആ കുഞ്ഞിന് പല മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു, എന്നിട്ടും ഇത് കുറയുന്നില്ല.
അപ്പൊ ബാഡ് സ്മെല്ല് വരുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് എന്താകാം, ഈ വലിയ വലിയ രോഗങ്ങൾ എന്തെങ്കിലും ആണോ അങ്ങനെയുള്ള കാര്യങ്ങള് ഇവർക്ക് സംശയം വന്നത്. പക്ഷെ ഈ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ത് ചെയ്തു, ഇത് കണ്ടുപിടിച്ചു. അയാള് പറഞ്ഞു ഈ നെറ്റിയുടെ സൈഡിൽ, അത് നമ്മുടെ രണ്ട് ഐബ്രോസ് ഉണ്ടല്ലോ, അത് കൂടുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ മുത്ത് കുടുങ്ങി കിടപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. ആ മുത്തിരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് തലവേദനയും അതുപോലെ തന്നെ ജലദോഷവും മൂക്കിൽ നിന്ന് ഈ ബാഡ് സ്മെല്ലും വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ അത് അവർ പുറത്തെടുത്തു. ഓക്കെ, അപ്പൊ ഭയങ്കര സ്മെല്ലായിരുന്നു, അവരെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോ ആ കുഞ്ഞിനെ എന്താ പറയാ, അത്രയും നാള് ആ കുഞ്ഞിന് ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞിന്, കാരണം കുഞ്ഞിന് പറയാനറിയില്ല ഇത് പോയി മൂക്കിലോട്ട് പോയി അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഇത് വിഷമാണ് അമ്മ എന്നൊന്നും കുഞ്ഞിന് പറയാനറിയില്ല. അപ്പൊ ആ ഒരു എനിക്ക് ഭയങ്കര അതിശയകരമായിട്ട് തോന്നിയ ആ ഒരു ഇത് കേട്ടപ്പോ, കാരണം അത്രയും നാളെ കുഞ്ഞ് അത് വെച്ചുകൊണ്ട് നടന്നില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് ചിലപ്പോ അമ്മമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ നമ്മള് ഒരു അറ്റൻഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിലപ്പോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല എന്താണ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അത്തരത്തില് ആ ഒരു ഇത്രയും ദിവസം ആ കുഞ്ഞ് കുറെ നാള് ആ കുഞ്ഞ് അതം വെച്ചുകൊണ്ട് നടന്നു. പിന്നെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് പുറത്തെടുത്തു. പിന്നെ കുഞ്ഞിന് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. എന്താണ്? എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, കുഞ്ഞ് 2.5 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ കാപ്പി ഇട്ട് കഴിഞ്ഞപ്പോഴേ ഒരു ഷെൽഫിൽ വെച്ചതാ, ഓടി വന്ന് മറിച്ച് ചൂട് കാപ്പിയായിരുന്നു, തിളച്ച കാപ്പിയായിരുന്നു. ഒരു 32% പുള്ളി. കുഞ്ഞിന് വെച്ചാൽ മുഖവും തൊട്ട് നെഞ്ച് വരെ അങ്ങ് കുഞ്ഞിന്റെ പുള്ളി വല്ലാതായി. ഇപ്പൊ എനിക്കറിയത്തില്ല നമ്മൾ ആ വെപ്രാളത്തിൽ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അവന് ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു, കുഞ്ഞ് നിക്കർ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങള് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ കൈകൊണ്ട് അങ്ങ് തൂത്തു. എനിക്ക് അറിയത്തില്ല, ആ വെപ്രാളത്തിൽ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എടുപടിന്ന് ഐസ് ഒന്നും കൊടുത്തു. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ നല്ലതായിട്ട് കേട്ടിട്ടുണ്ട്, കുഞ്ഞല്ലേ. പിന്നെ ICU കയറ്റി അവര്. പക്ഷെ സർജൻ വന്നിട്ട് ഒരു സ്കിന്നിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധയാ, ഞാൻ ഒഴിച്ചു വെച്ചു, ഇവൻ വരുമെന്നുള്ള കളിച്ചോണ്ടിരിക്കുവായിരുന്നു തിണ്ണയ്ക്ക്. ഓടി വരുമെന്നുള്ള കണക്കൂട്ടിലില്ലായിരുന്നു, വന്ന് മറിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഇതായി. പക്ഷെ എന്താ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അനിയത്തിയാണ്, അവള് നേഴ്സായിരുന്നു. അപ്പൊ അവള് കയറി എല്ലാം ഓക്കെ. അപ്പം അവളുടെ ഒരു ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു താൽക്കാലികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് സർജറി വേണോ വേണ്ടയോ. കാര്യം കുഞ്ഞല്ലേ, സ്കിന്ന് ചുരണ്ടി കഴിഞ്ഞിട്ട് അവര് ചുരണ്ടി മുഴുവൻ അങ്ങ് ഈ പൊള്ളി കഴിഞ്ഞാൽ എല്ലാം തൊലി ചുരുണ്ടിരിക്കുവായിരുന്നു. എല്ലാം ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞപ്പോ സ്കിന്ന് വേണമല്ലോ, അതിന്റെ ആവശ്യം വന്നില്ല. അല്ല, ഒരു നിമിഷം നമ്മള് ഡൈവേർട്ട് ആയതേ ഉള്ളൂ. ഇപ്പഴാ ഇങ്ങനെ പറ്റിയത്. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നേ, ഞാന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. അപ്പോ അത് നോക്കിയപ്പോ അതിന്റെ ചെവി മൊത്തം ചോര, ചെവിയിൽ മൊത്തം ബ്ലഡ് വരെയാണ്. അപ്പൊ കാര്യം ചോദിച്ചപ്പോഴാണ് പറയണേ, കുഞ്ഞ് ഇങ്ങനെ ബഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കൂലോ, അപ്പൊ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അത് ഒരു 2-3 വയസ്സായിട്ടുണ്ട്. അപ്പൊ ആള് ബഡ്സ് തന്നെ ഇട്ടോണ്ട് നിന്നതാ. എന്നിട്ട് പിന്നെ കളിയുടെ ഇടയിൽ അത് അങ്ങനെ വെച്ചു. അപ്പൊ വേറെ ആരോ വന്ന് തട്ടേ പിടിക്കുകയെന്തോ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ഒക്കെ വന്നിട്ട് പൊട്ടിന്നൊക്കെ പറയണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. അപ്പൊ അപ്പൊ തന്നെ ICU കയറ്റി. പിന്നീട് ഡ്യൂട്ടിക്ക് പോയി പറഞ്ഞില്ല എന്താ സംഭവം എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. അന്ന് ഫുള്ളും അത് തന്നെയായിരുന്നു അവിടെ സംസാരം. അങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകായിരുന്നു ചെവിന്ന്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച സമയത്ത് കുട്ടികള് ചെവിയില് കല്ലുപെൻസിലിന്റെ ഇടും, മൂക്കിലിടും. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കല്ലുപെൻസിലിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങള്, അതല്ല പെൻസിൽ ഇങ്ങനെ ചെവിക്കകത്ത് കുത്തി കയറ്റി വെക്കും. നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനത് ഓർത്തത്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മൂക്കിന്റെ അകത്ത് ഞങ്ങൾ എത്രയോ പാടുപെട്ടിട്ടാന്നറിയോ പെൻസിലിന്റെ കഷ്ണം എടുക്കുക. ഈ ചെറിയ പെൻസിലൊക്കെ അവര് മൂക്കി ഇങ്ങനെ തിരികെ വെക്കും. കുറെ പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. എന്റെ മോളുടെ എനിക്ക് ചെവി ഞാൻ വെറുതെ ക്ലീൻ ചെയ്തതാണ്. നോക്കിയപ്പോ എന്തോ ഒരു പിങ്ക് കളർ സാധനം ചെവിയിൽ ഇരിക്കണം. ടോർച്ച് വെച്ച് നോക്കിയപ്പോ ഞാൻ പേടിച്ചു. ഇനി എന്തായിരിക്കും, വല്ല പ്രത്യേകിച്ച് ഇറച്ചി കഷ്ണം എന്തെങ്കിലും വളർന്നേ ആയിരിക്കും പേടിച്ച്. നല്ല ഹാർഡായിട്ട് തൊട്ട് നല്ല ഹാർഡ്.
അതിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിച്ചത്. അത് ക്രയോൺസിന്റെ ഒരു കഷ്ണം ഇട്ടതായിരുന്നു, പിങ്ക് കളർ ക്രയോൺ ആയിരുന്നു അത്. അങ്ങനെ വെറുതെ ക്ലീൻ ചെയ്തതായിരുന്നു, സാധാരണ ക്ലീൻ ചെയ്തിട്ടാണ് കണ്ടത്. അപ്പോഴെങ്ങാണ്ട വച്ചേന്നു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കുട്ടി എന്നോട് പറഞ്ഞതാണ് ടർപ്പൻ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കളിക്കുന്ന സമയത്ത് സിറപ്പിന്റെ കൂട്ടത്തിൽ ഇരിക്കുമായിരുന്നു തോന്നുന്നു. അതായത് കുട്ടികളുടെ മരുന്നുകളുടെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞ് കളിക്കുവാണ്. കളിക്കുന്ന സമയത്ത് ഈ മെഡിസിൻ ബോക്സ് കുഞ്ഞിന്റെ കയ്യിൽ എങ്ങനെയോ വന്നു. അപ്പൊ മെഡിസിന്റെ കൂട്ടത്തിൽ ടർപ്പൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞ് എടുത്ത് അംഗനവാടി കഴിച്ചു. ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറഞ്ഞു. പിന്നെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു. കുഞ്ഞ് രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വിനീഗറിന്റെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വെള്ളമാണെന്ന് കരുതി കുടിച്ചേക്കാം, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അത് വാട്ടർ ആണോ വിനീഗർ ആണോ തിരിച്ചറിയാനുള്ള കഴിവൊന്നും കുഞ്ഞുങ്ങൾക്ക് ആയിട്ടില്ല. അപ്പൊ ഇതൊക്കെ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അതുപോലെ റംബൂട്ടാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെ പെരുമ്പാവൂരാണ് ഒരു കൊച്ചു, 1 വയസ്സായ കൊച്ചു മരിച്ചത്. മുത്തശ്ശിയുടെ കൂടെ നിന്നപ്പോ കൊച്ചാണ് മുറ്റത്തുനിന്ന് വായിലിട്ട് തൊണ്ട കളയാതെ വായിലിട്ടെന്ന് പറഞ്ഞ ന്യൂസിൽ പറഞ്ഞു കേട്ടത്. ഹോസ്പിറ്റലിൽ തിരിച്ചപ്പോഴേക്ക് മരിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം എന്റെ മോന്റെ ഇപ്പം സ്കൂളിൽ UKG പഠിക്കുന്ന കൊച്ച് അടുത്ത വീട്ടിൽ കളിക്കാൻ പോയിരുന്നു. അപ്പൊ അവിടെ പറമ്പിൽ ചാടി റംബൂട്ടാൻ എടുത്ത് കഴിച്ചപ്പോ മരിച്ചു കൊച്ചു വന്നിട്ട്. അപ്പൊ അടുത്ത വീട്ടിലായതുകൊണ്ട് ഇവര് കൂടെ കളിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, ഇങ്ങനെ കൊച്ചുകൾ റംബൂട്ടാൻ കഴിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കാന്ന് അങ്ങനെ എന്താ പറഞ്ഞപ്പോഴാണ് ഇവര് വീട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴേക്കും കൊച്ചു മരിച്ചായിരുന്നു. അടുത്ത ഹോസ്പിറ്റലിൽ കൊച്ചു മരിച്ചു. UKG പഠിക്കുന്ന കൊച്ചു 5 വയസ്സ് 6 വയസ്സുള്ള കൊച്ചായിരുന്നു. റംബൂട്ടാൻ എല്ലാം ശ്രദ്ധിക്കുക. റംബൂട്ടാന്റെ സീസണാലോ, എല്ലാം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് കൊടുക്കുമ്പോ. റംബുട്ടാൻ ആ കുരു കാണുമ്പോ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സാധനം അങ്ങനെ ഇത് എന്തൊരു ഡേഞ്ചറോ, കുട്ടികളുടെ തൊണ്ടയിൽ കുടുങ്ങൂലേ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അത് കാണുമ്പോൾ സ്മൂത്ത് ആയിട്ട് അങ്ങ് ഇറങ്ങി പോവും. എന്നിട്ട് അവിടെ തടങ്ങി നിൽക്കുവാണെങ്കിലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഫിഷ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മുള്ള് കളഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് തൊണ്ടയിൽ കൊടുങ്ങാനും പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇപ്പൊ വലിയവര് തിന്നുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അശ്രദ്ധയോട് കൂടിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിലും ചിലപ്പോൾ ചിലര് ധൃതി പിടിച്ച് തിന്നാം, അല്ലെങ്കിൽ ചിലർ TV കണ്ട് തിന്നാം, മൊബൈൽ കണ്ട് തിന്നാം, അല്ല അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാം. ആ സമയത്ത് ചിലപ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുള്ളിന്റെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കരിമീൻ അറിയില്ലേ നിങ്ങൾക്ക്? അതിന്റെ മുള്ളൊരു പ്രത്യേക ടൈപ്പാണ്, അല്ലെ? കുഞ്ഞാണ് ഉണ്ടാവുന്നത്, വളരെ ചെറുതാണ്. പെട്ടെന്ന് അതിന്റെ ടേസ്റ്റ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും. പക്ഷെ കഴിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ് അതിനകത്ത് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്ത് റിമൂവ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് മരുന്നുകൾ, അതുപോലെ കെമിക്കൽസ്, അപകടകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ കുറേയധികം എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രയധികം നമ്മള് ജാഗ്രത പാലിക്കണം എന്ന്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് ഇലക്ട്രിക് വയറുകള് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ. അതായത് പെട്ടെന്ന് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഒരു കുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? ഷോക്ക് ഏരിയ പിടിച്ച കുട്ടിയുടെ കാര്യങ്ങൾ. അപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ഇലക്ട്രിക് വയറുകൾ എന്ന് പറയുന്നത് അത് അപകടകരമാണെങ്കിൽ അല്ലെങ്കിൽ അത് ഡേഞ്ചർ ആണെങ്കിൽ അത് കുട്ടികളുടെ കയ്യെത്താവുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അത് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയണം. വലിച്ചെറിയാന്ന് പറഞ്ഞാല് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് ഈ നടക്കാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അവര് ഓടാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ അവര് കിച്ചണിലൊക്കെ വന്നിട്ട് മൊത്തത്തിലൊന്ന് തപ്പിപ്പരതി നടക്കും, അല്ലെ? ഓരോ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറില്ല കിച്ചണിൽ വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ കിച്ചണിലെ കബോർഡുകളൊക്കെ, അതായത് സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അലമാരകളിലൊക്കെ നമ്മള് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഏറ്റവും താഴെ കൊണ്ടുവന്ന് കോക്കനട്ട് ഓയിലിന്റെ കുപ്പി, വെളിച്ചെണ്ണയുടെ കുപ്പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും മസാലപ്പൊടികളോ, നമുക്കറിയാലോ ധാരാളം കറി പൗഡേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മള് ഈ ചില്ലുപാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ, അത് ഏറ്റവും താഴെയായിട്ടാണ് അവ വെക്കുന്നതെങ്കിൽ അത് കുഞ്ഞുങ്ങള് വന്ന് തൊടാനും
പ്രത്യേകിച്ച് അലമാര ഇല്ലാത്ത ഡോർ ഇല്ലാത്ത അലമാരയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾ വന്ന് എടുക്കാനും, ഓയിലിന്റെ കുപ്പിയാണ്, കോക്കനട്ട് ഓയിലിന്റെ കുപ്പിയാണെന്ന് വിചാരിക്കുക, അത് ചില്ലിന്റെ കുപ്പിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് വന്ന് എടുത്തു കഴിയുമ്പോ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അതിന്റെ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ താഴെ വീഴുമല്ലേ. അത് വീട് കഴിഞ്ഞാല് എന്ത് ചെയ്യാം, ഓയിലും അവിടെ വീഴും. അതുപോലെ തന്നെ കുപ്പിയാണെങ്കിൽ അതിന്റെ ചില്ലുകൾ താഴെ വീഴുകയും ചെയ്യും. ഓക്കെ, ഇതുമൂലം കുഞ്ഞ് തെന്നി വീഴാനും അതോടൊപ്പം തന്നെ ആ കുപ്പിച്ചില്ല് കുഞ്ഞിന്റെ കാലിൽ കയറാനുമുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില്, അതായത് ഈ തരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കരുത്. അതുപോലെ തന്നെ ഇപ്പോ വീട്ടിലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഇത്തരത്തിലുള്ള ചില്ലുപാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് താഴെ വീഴുമ്പോൾ ഉടനെ കുഞ്ഞുകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും അവിടെ തുടച്ചിടുകയും വേണം, ക്ലീൻ ചെയ്യണം. നമുക്കറിയാൻ പറ്റില്ല, അടിച്ചത് കൊണ്ട് മാത്രം, നമ്മൾ അടിച്ചു വാരിയിലാക്കി നമ്മൾ പുറത്തു കൊണ്ട് കളഞ്ഞത് കൊണ്ട് മാത്രം ചിലപ്പോ ആ ചില്ലിന്റെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് പോകണമെന്നില്ല. തീരെ പൊടിയുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, കുഞ്ഞ്, നമുക്ക് കാണാൻ പറ്റില്ല അത്, അല്ലെ? നമ്മുടെ കാലിൽ കയറുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മുടെ കാലിൽ ചില്ല് കയറിയുന്നത്, അല്ലെ? അപ്പോ ആ പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ ആ ഫ്ലോർ എന്ത് ചെയ്തിരിക്കണം, തുടച്ചിരിക്കണം, ക്ലീൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അത് അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഞാൻ എന്തോ ഗ്ലാസ് എന്തോ പൊട്ടി താഴെ വീണു. അപ്പൊ തന്നെ ഞാൻ അടിച്ചു കളഞ്ഞു, തുടച്ചില്ല കേട്ടോ. അപ്പോഴാണ് എനിക്കിത് കൂടുതലായിട്ട് ഇത് വന്നത്. ഇപ്പൊ ഞാനതാണ് പറയുന്നത് നിങ്ങളോട്. തുടച്ചില്ല, അടിച്ച് ദൂരേക്ക് കൊണ്ട് കളഞ്ഞു. എനിക്ക് തോന്നുന്നു ചവിട്ടിയുടെ ഭാഗത്ത് എന്തോ ഒരു തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചില്ല്, ഒരു കുഞ്ഞ്, ഒരു എന്താ പറയാ, തീരെ മൈന്യൂട്ട് ആയിട്ട് നമുക്ക് ഒട്ടും കാണാനേ പറ്റില്ല, ഒരു ചില്ല് കിടപ്പുണ്ടായിരുന്നു, അതെന്റെ കാലിൽ കയറി. അപ്പോ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് സംഭവം കാലിൽ കയറി പോയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആ ഭാഗത്ത് ഭയങ്കര വേദന തുടങ്ങി, നടക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് എന്റെ കാല് ഒന്ന് നോക്കാമോ, എന്തോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പൊ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സാധനം എന്നിട്ട് പുറത്തെടുത്തു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇത്രയും ദിവസം നീ ഇത് വെച്ച് നടന്നോ, സമ്മതിക്കണം നിന്നെ, കാരണം വേദനയുണ്ട്, പക്ഷെ ഇത് കാണുന്നില്ല, എടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു എന്താ പറയാ, നമുക്ക് അത്രയധികം പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ഒരു സംഭവം കയറി കഴിഞ്ഞാൽ. അപ്പൊ തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ചില്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ തന്നെ അത് അടിച്ചു വാരി അതുപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്ത് ഇടുകയും വേണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറില് എണ്ണ, അതുപോലെ തന്നെ വെള്ളം, അല്ലെ, അതൊക്കെ വീണ് കഴിഞ്ഞാല് ഉടനെ തന്നെ അവിടെ വൃത്തിയാക്കണം. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പൊ ടൈലാണ്, അല്ലെ? അപ്പൊ ഒരു തരി വെള്ളം വീണാൽ പോലും പിന്നെ സ്ലിപ്പായിട്ട് താഴെ വീഴാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ കുറച്ച് വെള്ളം, ഒരു തരിയെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഓയില് പോലുള്ള കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ അതും വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും നമ്മൾ കയ്യിൽ കെറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ല? നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ആക്ടിവിറ്റി എന്തെങ്കിലും തന്നായിരുന്നോ ടീച്ചേഴ്സ് ആരെങ്കിലും? ഇല്ല. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യട്ടോ. ഓക്കെ, ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്താണ് പിക്ചർ അല്ല, ഒറിജിനൽ ബോക്സ് കേട്ടോ. പറ്റില്ലേ? നോക്കുവോ നിങ്ങള്? ഓക്കെ, എന്തായാലും നമ്മുടെ കയ്യിലത് വേണ്ടതല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാം. സബ്മിറ്റ് ചെയ്യണം മാഡം? സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സബ്മിറ്റ് ചെയ്യണ്ട. ഒരു ആക്ടിവിറ്റിയാണ്, നിങ്ങളത് ചെയ്താൽ മതി, കയ്യിൽ വെച്ചാൽ മതി. അതിലെന്തൊക്കെ വേണ്ടത്? അത് കണ്ടുപിടിക്കണം എന്തൊക്കെയാണെന്ന്. സെർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്തൊക്കെ വേണമെന്ന് കേട്ടോ. എന്തൊക്കെയായിരിക്കും
അതില് നമ്മള് മുറിവിൻ്റെതാണെങ്കിൽ ബാൻഡേജ്, ഒരു ചെറിയൊരു സിസറ്, പിന്നെ നമ്മളതിന് ചെറിയ ഓയിൽമെന്റ്, മുറിവ് കെട്ടാനുള്ള തുണി അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യമുള്ള മരുന്നുകള്, പാരസെറ്റാമോൾ പോലെ പനിയുടെ മരുന്ന്, ചുമര വന്ന് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകള്, അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുക കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലോ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് നമ്മുടെ സമയം പോലെ അത് ചെയ്താൽ മതി. ചിലവർക്ക് ഇത് മേടിക്കാനായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അത് വേണ്ട, അടുത്ത ആഴ്ച ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ അത് റെഡിയാക്കുന്നത് അപ്പൊ എന്നെ കാണിച്ചാൽ മതി. ഓക്കെ, സമയമൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. അതുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ വീട്ടിലെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തെങ്കിലും നമുക്ക് നല്ലതാണ്. എന്തെങ്കിലും ഒരു അത്യാപത്ത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്യാം കേട്ടോ. ശരിയാണോ? മുറിവില് ഡെറ്റോള് തേക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാണോ മാഡം? എന്താണ്? മുറിവില് ഡെറ്റോള് ഇത് ഉപയോഗിച്ച് കഴുകിയ തുടക്കിയ തേക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാണോ? മുറിവ് പറ്റണോടത്ത് ഡെറ്റോള്. മുറിവില് ഡെറ്റോള്, പക്ഷെ നമ്മൾക്ക് അത് സെപ്റ്റിക് ആവാതിരിക്കാൻ ഉടനെ തന്നെ കഴുകാന്ന് കേട്ടിട്ടുണ്ട്, വാഷ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. ഡെറ്റോളിന്റെ കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. നായൊക്കെ കടിച്ചാൽ നല്ല സോപ്പ് ഇട്ടിട്ട് ആ ഭാഗം നല്ല കഴുകണം എന്ന് കേട്ടിട്ടുണ്ട്. കഴുകണം എന്ന് കേട്ടിട്ടുണ്ട്. നന്നായിട്ട് അവര് ചോദിക്കും, ഡോക്ടർ ചെല്ലുമ്പോ നമ്മളോട് ചോദിക്കും. അതായത് ഇപ്പൊ പട്ടി കടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ മുറിവിൽ എന്താ ചെയ്തത്, കഴുകിയോ ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്തെന്ന് പറയും. അപ്പൊ അത് പ്രത്യേകം ചോദിക്കാറുണ്ട്. ഡെറ്റോളിന്റെ കാര്യം എനിക്ക് അറിയില്ല. അത് ഡെറ്റോൾ ഉപയോഗിക്കുന്നത് വെള്ളമായിട്ട് മിക്സ് ചെയ്തല്ലേ ഉപയോഗിക്കേണ്ടത്? മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. കോട്ടനകത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് കോട്ടനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് തേച്ചാൽ മതി, തോനെ തേക്കരുത്. മുറിവിലും ചിലപ്പോൾ ചെയ്യാതിരിക്കാൻ നല്ലതെങ്കിൽ തോന്നുന്നു. കാരണം കോലഞ്ചേരി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഡെറ്റോൾ അലൗഡ് അല്ലാന്ന് എന്റെ ഉമ്മച്ചി പറഞ്ഞ ഓർക്കുന്നുണ്ട്. അതായത് ഡെറ്റോൾ യൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നോക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല. സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. ഇത് തീർന്നിട്ടില്ല സേഫ്റ്റി, ഇനിയും ഉണ്ട് ധാരാളം കാര്യങ്ങൾ സേഫ്റ്റിയുമായിട്ട് പറയാനായിട്ട്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ഞാനെന്ന്. മറിയാം മോണ്ടിസോറിയെ കുറിച്ച് ജിഷാമ്മ കുറച്ച് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബ്രീഫ് ഞാനിവിടെ പറയാം. The Maria Montessori was born 1870. Maria Montessori was an Italian doctor and teacher who created a new way of helping children to learn. She believed that children learn best when they are free to explore and choose what they want to learn at their own pace. Her key ideas: children are naturally curious and love to learn. Learning should happen in a calm, prepared environment. Teachers should guide, not control. Children learn best through hands-on activities. These are the key ideas of Maria Montessori. That's all, ma'am. Okay, thank you so much. Have a next class. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you, ma'am.